അപ്പോ എഴുതിക്കോളൂ, കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ്. ഓക്കെ, ചോദ്യം വരുന്നതാണ്. ഓക്കെ, പക്ഷെ ചെറിയ മാർക്കിനേ വരുള്ളൂ. ചോദ്യം എന്തായാലും വരും, പക്ഷെ ചെറിയ മാർക്കിനേ വരുള്ളൂ. നൗ കോർപ്പറേറ്റ് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മള് ഇപ്പൊ ഫോർ എക്സാമ്പിള് നമുക്കൊരു കമ്പനിയിൽ ധാരാളം എംപ്ലോയീസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഈ എംപ്ലോയീസ് എന്താ ചെയ്യാ? ഇവര് നമുക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യും. ഓക്കെ, നൗ ആരെടുത്ത് അവര് സബ്മിറ്റ് ചെയ്യുന്നത്? ഇവിടെ ഒരു ഓഡിറ്റർ ഉണ്ടാവും. നൗ ദിസ് ഓഡിറ്റർ എന്ത് ചെയ്യും? ഇത് ഓഡിറ്റ് ചെയ്യും. ഓഡിറ്റിങ്ങിന് ശേഷം ഈ അക്കൗണ്ട്സ് ആരിലേക്ക് എത്തും? ഡയറക്ടേഴ്സിലേക്ക് എത്തും. ഓക്കെ, നൗ ഇവര് പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ട്സിൽ എന്തുണ്ടാവുള്ളൂ? P&L ഉണ്ടാവും, ബാലൻസ് ഷീറ്റ് ഉണ്ടാവും, ട്രയൽ ബാലൻസ് ഉണ്ടാവും, ദെൻ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവും. ഇത്രയും കാര്യങ്ങളെയാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഡെഫിനിഷൻ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇൻക്ലൂഡ്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഇൻ ചേഞ്ച് ഓഫ് ഇക്വിറ്റി. ഇത്രയും കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആർക്ക് കൊടുക്കുക? ഡയറക്ടേഴ്സിന് കൊടുക്കുക. ബട്ട് ഡയറക്ടേഴ്സ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ഓണേഴ്സിനോടാണ്. ഓണേഴ്സിനോട് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഡയറക്ടേഴ്സ് ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്താന്ന് വെച്ചാൽ അക്കൗണ്ടിങ്ങിലെ പല കൺസെപ്റ്റും ഓണേഴ്സിന് മനസ്സിലാവില്ല. അക്കൗണ്ടിങ്ങിലെ പല കൺസെപ്റ്റും ഓണേഴ്സിന് മനസ്സിലാവില്ല. അപ്പോൾ ഡയറക്ടർ പറയുകയാണെങ്കിൽ നമുക്ക് 5 കോടിയുടെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് ഓണറിനോട് ഡയറക്ടർ പറയുമ്പോൾ ഓണർ എടുത്ത വഴിക്ക് ഒഴിക്കുക, എന്നാ പിന്നെ 5 കോടി കൊണ്ട് എടുക്കുക. 5 കോടി പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ ആ 5 കോടി എനിക്കുള്ളതാണല്ലോ, സോ 5 കോടി കൊണ്ട് എടുക്കുക. അപ്പൊ ഡയറക്ടർ ഇത് പറഞ്ഞ് മനസ്സിലാക്കണം. അതായത് എന്താ, നമ്മൾക്ക് നടക്കുന്ന സെയിലിന്റെ എല്ലാ കാശും നമുക്ക് കിട്ടിയിട്ടില്ല. ക്രെഡിറ്റ് സെയിലും എല്ലാ സാധനങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ പ്രോഫിറ്റ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫണ്ട് നമ്മൾ റിസീവ് ചെയ്തിട്ടില്ല. ഫണ്ട് റിസീവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ഷെയർ ഹോൾഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. സോ പിന്നെ ഈ ഓഡിറ്റ് റിപ്പോർട്ടും ഈ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ 300-400 പേജിലുള്ള ഡോക്യുമെന്റുകളാണ്. ഇത് മൊത്തം വായിച്ചിട്ടൊന്നും ഓണേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല. ഓണേഴ്സിന് ഇത് മനസ്സിലാക്കി എടുക്കുന്നത് അവർക്ക് വേറെ ജോലി ഉണ്ടാവും. അവർക്ക് ഈ 300-400 പേജും വായിച്ചിട്ട് നിങ്ങളുടെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുന്നത് നോക്കുന്ന പേഷ്യൻസ് ഉള്ള ഓണേഴ്സ് ഒക്കെ വളരെ കുറവാണ്. സോ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ റിപ്പോർട്ടിങ്ങിൽ 3 സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യും. നൗ അവരുടെ പേരാണ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, ഇക്കോണമിക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, മാർക്കറ്റിംഗ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ഒന്ന് നോർമൽ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, നൗ ഇക്കോണമിക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഓൾസോ മാർക്കറ്റ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. ഈ 3 സ്റ്റേറ്റ്മെന്റുകൾ കൂടി കൂട്ടിയിട്ട് കൊടുക്കും. നൗ നിങ്ങൾക്കൊരു കമ്പനിയുടെ പെർഫോമൻസ് ക്രക്സിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയാൽ മതി. അതായത് അത് എന്താ പറയണത്, ഈ കമ്പനി എന്ത് മൂല്യമാണ് ആ വർഷം കൊണ്ടുവന്നിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ 5 കോടിയാണ് ഒരു വർഷത്തെ, 6 കോടിയാണ് അടുത്ത വർഷത്തെങ്കിൽ 1 കോടിയുടെ മൂല്യം ഈ വർഷം കൊണ്ടുവന്നതാണ് കമ്പനി. ഈ വർഷം ആ കമ്പനിക്ക് ഉണ്ടാക്കാൻ പറ്റിയ മൂല്യം അതാണ്, ആ എക്സ്ട്രാ വരുന്ന പൈസ. സോ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്, ഇക്കോണമിക് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. സോ 3 ഡിഫറെന്റ് ആണ്. അതാത് പഠിക്കുമ്പോൾ നമുക്ക് എന്താണത് എന്നുള്ളത് നമുക്ക് പറയാം. Okay, now first one is value added statement. Value added statement. Okay. Okay. Now, ഇതൊരു കൈൻഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തന്നെയാണ്. ബട്ട് ഒന്നും കൂടി
ലളിതമായിട്ടുള്ള ഫോമില്. ഓക്കെ, നൗ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, 2 കോളം, ഒരു എമൗണ്ട് കോളം അതേപോലെ തന്നെ എഴുതാനുള്ള ഒരു കോളം. ഫസ്റ്റ് എഴുതാനുള്ള കോളം, ദെൻ എമൗണ്ട് കോളം. താഴോട്ടാണ് പോവുക. നമുക്ക് ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുമില്ല. ആ കൺസെപ്റ്റുകളൊക്കെ ഇല്ല. എന്ത് കാരണം ആൾക്കാർക്ക് മനസ്സിലാവില്ല. ആ അക്കൗണ്ടിങ് പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ ഡെബിറ്റും ക്രെഡിറ്റും. സോ സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഡബിൾ ബോക്സ് വരയ്ക്കുക. ജസ്റ്റ് ലൈക്ക് ദിസ്, ഒരു എമൗണ്ട് കോളം ആൻഡ് ഓൾസോ ഓക്കെ. നൗ വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റിന് 2 ഏരിയകളാണുള്ളത്. നൗ ആ 2 ഏരിയ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഏരിയ, ഫസ്റ്റ് ഫേസ് ആണിത്, ആൻഡ് ദിസ് ഈസ് കോൾഡ് സെക്കൻഡ് ഫേസ്. ഈ ഫസ്റ്റ് ഫേസിൽ എന്താ, ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡ് ആണ്. എന്താണ് ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡ്? എന്താ ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡ്? നമുക്ക് ഫണ്ട് ചെലവാക്കണമെങ്കിൽ ആ ഫണ്ട് നമ്മൾ എവിടുന്നെങ്കിലും കൊണ്ടുവരണം. ദാറ്റ് ഈസ് കോൾഡ് ജനറേഷൻ അല്ലെ? നമ്മളൊരു വർഷം നമ്മൾ ചെലവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊണ്ടുവരണം? നമ്മൾ ഫണ്ട് കൊണ്ടുവരണം, അല്ലെങ്കിൽ സെയിൽസ് ഉണ്ടാക്കണം. ആ സെയിൽസിന്റെ ഫിഗേഴ്സ് വരുന്ന ഏരിയ ആണ് ഈ ഫസ്റ്റ് ഫേസ്. ദിസ് ഈസ് കോൾഡ് ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡ്. നൗ സെക്കൻഡ് ഫേസ് ഈസ് കോൾഡ് ആസ് ആപ്ലിക്കേഷൻ ഓഫ് വാല്യൂ ആഡഡ്. ആപ്ലിക്കേഷൻ ഓഫ് വാല്യൂ ആഡഡ്. ഉണ്ടാക്കിയ വാല്യൂ നമ്മൾ എങ്ങോട്ടെങ്കിലും ചെലവാക്കണം. അതായത് നമ്മൾ പർച്ചേസ് ചെയ്യണം, നമ്മൾക്ക് എക്സ്പെൻസ് കൊടുക്കണം. ഇതൊക്കെ ചെയ്താൽ എന്താണ് അപ്ലിക്കേഷൻ ഓഫ് വാല്യൂ ആഡഡ് ഉണ്ടാവും. വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ ഓഫ് വാല്യൂ ആഡഡ്. ഈ 2 ഫേസുകളാണ് എവിടെ ഉള്ളത്? വാല്യൂ ആഡഡ് സ്റ്റേറ്റ്മെന്റ്സ് ഉള്ളത്. ജസ്റ്റ് ഇത് ഇങ്ങനെ വരച്ചു വെക്കുക. ഒരു പേജിന്റെ പകുതി ആക്കിയിട്ട് സെഗ്മെന്റുകളെ ബ്രേക്ക്, പേജിന്റെ പകുതിയിലിട്ടോ സെഗ്മെന്റുകളെ ബ്രേക്ക് ചെയ്യുക. ക്ലിയർ ആണോ? നൗ നമ്മൾ ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡിൽ എന്താ പറഞ്ഞത്? ഓരോ ഐറ്റംസ് താഴേക്ക് ഇടുക. സോ ഇവിടെ നമ്മൾ പ്ലസ് ചെയ്യണം, മൈനസ് ചെയ്യണം, ആ ഓരോ പരിപാടികളൊക്കെ നടക്കും. സോ അതിനെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ എഴുതാം. സോ ഫസ്റ്റ് വൺ ഈസ് എന്തായിരിക്കും? നോർമലി ഇറ്റ് ഈസ് സെയിൽസ് അല്ലെ? ഇല്ല, ഒരു 6-7 ഐറ്റം. ഫസ്റ്റ് ഈസ് സെയിൽസ്. First one is sales. Okay, now sales plus or minus, so അത് പ്ലസും ആവാം മൈനസും ആവാം. പ്ലസ് ഓർ മൈനസ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ്, സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആൻഡ് സ്റ്റോക്ക് ഓഫ് സെമി ഫിനിഷ്ഡ് ഗുഡ്സ്. സോ എങ്ങനെ വരണേ? ഫസ്റ്റ് വൺ ഈസ് സെയിൽസ്. Now sales plus or minus stock of finished goods and raw materials and work in progress. Okay. റോ മെറ്റീരിയൽസും ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും. എന്താ വർക്ക് ഇൻ പ്രോഗ്രസ് അറിയില്ലേ? എന്താ
വർക്ക് ഇൻ പ്രോഗ്രസ്സോ? അതായത് വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മള് ഒരു പ്രൊഡക്ഷന്റെ പകുതി വരെ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കാഭാഗം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്തിട്ടില്ല, നമ്മള് ഫിനിഷ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സാധനങ്ങളാണ് എന്ത്, വർക്ക് ഇൻ പ്രോഗ്രസ്. Okay, now this is first one. Now next is, ഇവിടെ നമുക്ക് എന്താ, we have production value. എന്താണ് production value? Production value. Now എന്താ production value? ഞാൻ ഫിഗേഴ്സ് ഇട്ട് പോവാം അല്ലെ, കുറച്ചുകൂടി. സെയിൽ 100 ആണെന്ന് വിചാരിക്കാം. സ്റ്റോക്ക് എങ്ങനെ നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് അറിയാം. അതായത് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ഡിഫറൻസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ഓപ്പണിംഗ് സ്റ്റോക്ക് നെഗറ്റീവ് ആണെങ്കിൽ നിങ്ങൾ അത് ലെസ് ചെയ്യണം. മനസ്സിലായോ? ക്ലിയർ ആണോ? അതാണ്. സോ ചുരുക്കത്തിൽ ഇതിനെ ചേഞ്ച് ഇൻ ഇൻവെന്ററി എന്ന് പറയാം. ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് എത്ര കൂടി ക്ലോസിംഗ് സ്റ്റോക്കിലേക്ക് എത്താൻ, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നൗ ഇത് നിങ്ങൾക്ക് 10 കിട്ടിയെന്ന് വിചാരിക്കാം. ഞാനിവിടെ പോസിറ്റീവ് 10 ആണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് 10 കിട്ടിയെന്ന് വിചാരിക്കുക. ദെൻ പ്രൊഡക്ഷൻ വാല്യൂ ഈസ് 110. കാരണം ഇതിന്റെ ടോട്ടൽ ആണ് എന്ത്, പ്രൊഡക്ഷൻ വാല്യൂ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വൺ, ഈ കോളം ഡെബിറ്റും ക്രെഡിറ്റും ഒന്നുമില്ല. ഇത് എമൗണ്ട് കോളാണ്. ഞാൻ ജസ്റ്റ് ഇത്രയും ദൂരം പോണ്ടേന്ന് വിചാരിച്ചിട്ടോ. ഓക്കെ, വേറാണോ? നൗ നെക്സ്റ്റ് എന്താ, പ്രൊഡക്ഷന്റെ എല്ലാ ഐറ്റംസും നമ്മൾ കവർ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പ്രൊഡക്ഷൻ മാത്രമല്ല, നമുക്ക് ചിലപ്പോ സർവീസസിൽ നിന്നും ഇൻകം കിട്ടും അല്ലെ? സോ ദാറ്റ് ഈസ് ഇൻകം ഫ്രം സർവീസസ്. ഇൻകം ഫ്രം സർവീസസ്. ഇൻകം ഫ്രം സർവീസസ്. ഓക്കെ, എഴുതിയോ? നൗ ഇനി ഇതിൽ നിന്ന് നമ്മൾ നമ്മളുടെ പർച്ചേസസ് കുറയ്ക്കണ്ടേ? പർച്ചേസസ് ആൻഡ് ബോട്ട് ഇൻ സർവീസസ്. സർവീസ് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും സർവീസ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. ഓക്കെ, കിട്ടിയോ? Now it is called as gross value added. So 130, 70. It's called as gross value added. Clear ആണോ? Now ഈ gross value added ൽ നിന്ന് we should deduct depreciation
and also deferred revenue expenses. എന്താണ്? ഡിപ്രീസിയേഷൻ ആൻഡ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസസ്. ഇത് നിങ്ങൾ കുറയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് വാട്ട്? നെറ്റ് വാല്യൂ ആഡഡ്. ക്ലിയർ ആണോ? കിട്ടിയോ? ഓക്കെ. സോ ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അതായത് സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? ഒന്നും മനസ്സിലാവുന്നില്ലേ? സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഗ്രോസ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത് എന്താ? നമ്മളുടെ സെയിൽ മൈനസ് പർച്ചേസ് ആൻഡ് സ്റ്റോക്ക്. അതെന്താ സാധനം? ഇറ്റ് ഈസ് കോൾഡ് ട്രേഡിംഗ് അക്കൗണ്ട് അല്ലേ? സെയിൽസ്, പർച്ചേസ്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതിന്റെ വാല്യൂ ആണിത്, ഗ്രോസ് വാല്യൂ ആഡഡ്. ഈ ഗ്രോസ് വാല്യൂ ആഡഡ് ഈ ഗ്രോസ് വാല്യൂ ആഡഡിൽ നിന്ന് നമ്മൾ നോൺ ക്യാഷ് ഐറ്റംസിനെ ഒഴിവാക്കുക. കാരണം ഡിപ്രീസിയേഷൻ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? 100 റുപ്യ എനിക്ക് ലാഭം ഉണ്ടായി, അതിൽ നിന്ന് 30 റുപ്യ ഡിപ്രീസിയേഷന് വേണ്ടി കൊടുത്തു, ബാക്കി 70 റുപ്യ. പക്ഷെ കയ്യിൽ 100 റുപ്യ ഉണ്ട്. ഡിപ്രീസിയേഷൻ തേയ്മാനത്തിന് നമ്മൾ ആർക്കെങ്കിലും കൊടുക്കണ്ടോ? ഇല്ലല്ലോ. സോ ഇത് ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മള് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിട്ട് അതിനെ സെപ്പറേറ്റ് കാണിച്ചിട്ട് അത് ഇവിടെ ഇട്ടു. ഓക്കെ. നൗ ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസ് എന്താ? നമ്മൾ ചിലപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ എഴുതിത്തുള്ളൂ, അതിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻസസ്. നമ്മൾ എഴുതിത്തള്ളുകയാണ്, ആ പൈസ ആർക്കും കൊടുക്കണില്ല. ഓക്കെ. സോ അത്തരത്തിലുള്ള ഐറ്റാണ് ഇത്. സോ അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? നെറ്റ് വാല്യൂ ആഡഡ്. അപ്പൊ എനിക്കിത് പറയാൻ പറ്റുമോ? ഗ്രോസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആണ് നെറ്റ് വാല്യൂ ആഡഡ്. ഗ്രോസ് പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷനെയാണ് നമ്മൾ നെറ്റ് വാല്യൂ ആഡഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ ഇതാണ് ഫസ്റ്റ് ഫേസ്. ദിസ് ഈസ് കോൾഡ് ആസ് ജനറേഷൻ ഓഫ് വാല്യൂ ആഡഡ് അഥവാ നെറ്റ് വാല്യൂ ആഡഡ്. ഓക്കെ. നെക്സ്റ്റ് ഇതിന്റെ സെക്കൻഡ് ഫേസ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ആസ് അപ്ലിക്കേഷൻ ഓഫ് വാല്യൂ ആഡഡ്. അതായത് നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യണം? ചെലവാക്കണം, അല്ലെങ്കിൽ എന്തിനെങ്കിലും വേണ്ടി ഉപയോഗിക്കണം. ഓക്കെ. നൗ application of value added le first item, it is receipt by workers അല്ലെങ്കിൽ receipt by employees. Receipt by employees പറഞ്ഞാൽ എന്താ? അവരുടെ സാലറി. Receipt by employees. Receipt by employees. ക്ലിയർ ആണോ? ഫസ്റ്റ് വൺ. രണ്ടാമത്തത് എന്താ? ഇത് ഫുൾ അഡീഷൻ ആണ്. അതായത് ഈ വാല്യൂ ആഡഡിനെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എന്നാണ് കാണിക്കുന്നത്. ഓക്കെ. നൗ നെക്സ്റ്റ് ഈസ് റെസീപ്റ്റ് ബൈ പ്രൊവൈഡേഴ്സ് ഓഫ് ലോൺ. റെസീപ്റ്റ് ബൈ പ്രൊവൈഡേഴ്സ് ഓഫ് ലോൺ. റെസീപ്റ്റ് ബൈ പ്രൊവൈഡേഴ്സ് ഓഫ് ലോൺ. 3 റെസീപ്റ്റ് ബൈ ഗവൺമെന്റ്. റെസീപ്റ്റ് ബൈ ഗവൺമെന്റ്. 4 റെസീപ്റ്റ് ബൈ ഓണേഴ്സ്. എന്തൊക്കെയാ ഇതില്? സോ ദ ഫസ്റ്റ് വൺ ഈസ് റെസീപ്റ്റ് ബൈ എംപ്ലോയീസ്, റെസീപ്റ്റ് ബൈ ലോൺ ഗിവേഴ്സ്, ജസ്റ്റ് then receipt by government and receipt by owners. ചുരുക്കത്തിൽ എനിക്ക് പറയാൻ പറ്റുമോ? നമ്മളിതിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ ഒന്നും എടുക്കണില്ല. നമ്മൾ എന്താ ചെയ്യണത്? ഉണ്ടാക്കിയ വാല്യൂ ആഡഡ് ആരൊക്കെയാ പങ്കിട്ടെടുക്കുക? 1 എംപ്ലോയീസിന് കൊടുക്കണം, 2 ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റും പ്രിൻസിപ്പളും കൊടുക്കണം, 3 ടാക്സസ് കൊടുക്കണം ഗവൺമെന്റിന്, അതിന് ബാക്കിയുള്ളത് ഓണേഴ്സിന്റെ കയ്യിലുണ്ടാവും. സോ ഇത് മൊത്തം കൂട്ടിയാലും വി വിൽ ഗെറ്റ് വാട്ട്? നെറ്റ് വാല്യൂ ആഡഡ്.
അത് മൊത്തം കൂട്ടിയാലും we will get net value added. Clear ആണോ? Okay. Now, question ഒന്നുമില്ലേ? Okay. Question നോക്കട്ടെ കേട്ടോ. വരട്ടെ. Company Limited. Company Limited. Okay, എന്നിട്ട് അതിൽ എഴുതുക സെയിൽസ് 206.42 lakhs. Sales 206.42 lakhs. Other income 10.2 lakhs. Other income 10.2 lakhs. Production and operational expenses. Production and operational expenses 166.57 lakhs. 166.57 lakhs. Administration expenses 6.12 lakhs. Administration expenses 6.12 lakhs. Interest and other charges. Interest and other charges
8 lakh. Depreciation 5.69 lakhs. Depreciation 5.69 lakhs. Tax 3 lakh. Investment allowances reserve written back. Investment allowances reserve written back 0.46 lakh. 46 lakh. Balance as per last balance sheet. Balance as per last balance sheet. $1.35 lakhs. Transferred to general reserve. Transferred to general reserve 24.3 lakh. Proposed dividend 3 lakh. Surplus carried to balance sheet. Surplus carried to balance sheet 1.75 lakhs. Okay. Now explanation of production and operational expenses. Explanation of production and operational expenses. അതില് എൻ്റെ എക്സ്പ്ലനേഷൻ ആണ്. അതിൽ ഏതൊക്കെ ഐറ്റം വരുന്നത് പ്രൊഡക്ഷൻ കോസ്റ്റിൽ. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് 30.5 lakh. ഇൻക്രീസ് ഇൻ സ്റ്റോക്ക് 30.5 lakh. Consumption of raw materials. Consumption of raw materials 80.57 lakh. Consumption of raw material 80.57 lakh. Consumption of stores. Consumption of stores 5.3 lakh. Salary, wages, bonus and other benefit. Salary, wages, bonus and other benefit 12.8 lakh. Cess and local tax. Cess and local tax 3.2 lakh. Other manufacturing expenses. Other manufacturing expenses 34.2 lakh. 34.2 ലക്ഷം. Now explanation to administration expenses. Explanation to administration expenses. അതായത് നിങ്ങളുടെ ബുക്കിൽ ചോദ്യമൊന്നും കാണാനില്ല, സോ എനിക്ക് സി എയുടെ ബുക്കിൽ നിന്ന് ചോദ്യം ഇടേണ്ട അവസ്ഥയില്. ഓക്കെ. It includes audit fee of 1 lakh. It includes audit fee of 1 lakh. Salaries and commission to director. Salaries and commission to director 2.2 lakh. And provision for doubtful debt. Provision for doubtful debt 2.5 lakhs. നമ്മുടെ ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറഞ്ഞിരുന്നു 8 ലക്ഷത്തിന് മുമ്പ്.
2.5 lakh. Interest and other charges 8 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായതാ. ഓക്കെ, എക്സ്പ്ലനേഷൻ ടു ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ്. എക്സ്പ്ലനേഷൻ ടു ഇൻട്രസ്റ്റ് ആൻഡ് അതർ ചാർജസ്. Explanation to explanation to interest and other charges. Okay. Now അതിന്റെ എക്സ്പ്ലനേഷനിൽ ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ലോൺസ് 3.9 lakhs. ഇൻട്രസ്റ്റ് ഓൺ ഫിക്സഡ് ലോൺസ് 3.9 lakhs. ഡിബെഞ്ചേഴ്സ് 1.8 lakh. Interest on working capital loan 2.3 lakh. Interest on working capital loan 2.3 lakh. Prepare value added statement. Prepare value added statement. Prepare value added statement. $1.8 lakh. സോ ഈ സ്റ്റേറ്റ്മെന്റ് പ്രകാരം പോരുക. ഫസ്റ്റ് സെയിൽസ് ഐഡന്റിഫൈ ചെയ്യുക. സ്റ്റേറ്റ്മെന്റിൽ നിന്ന് സെയിൽ ഐഡന്റിഫൈ ചെയ്യുക, അത് എഴുതുക. ഓക്കെ, ഫസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. ദെൻ സ്റ്റോക്ക് നോക്കുക, ഫിനിഷ്ഡ് ഗുഡ്സിന്റെയും റോ മെറ്റീരിയലിന്റെയും എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് അത് ഫില്ല് ചെയ്യുക. ദെൻ അതർ ഇൻകം വന്നിട്ടുണ്ടോ നോക്കുക, അത് ഫില്ല് ചെയ്യുക. പർച്ചേസസ് ഉണ്ടോ നോക്കുക, അത് ഫില്ല് ചെയ്യുക. ഡിപ്രീസിയേഷൻ ഡിഫേർഡ് റവന്യൂ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. അല്ല, ട്രൈ ചെയ്യാം, ഞാൻ ചെയ്തുതരാം. എന്തായാലും ജസ്റ്റ് ഒന്ന് വരച്ച് ഫില്ല് ചെയ്യാൻ ട്രൈ ചെയ്യാം. അതിലെ ഫുള്ള് ചെയ്യണ്ട, മീൻസ് എല്ലാ ഇൻഫോർമേഷനും ഫില്ല് ചെയ്യണം എന്നില്ല. നമുക്ക് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്താൽ മതി. യെസ്, ചെയ്യേ ട്രൈ ചെയ്യുക അത്. $206. 206.42 lakhs. നല്ല കോല. ആരോടാ ചോദിക്കുന്നത് ഇതിൽ ഏതാ ശരി? പോണ്ട, പിന്നെ ക്വസ്റ്റ്യൻ തന്നെ ഒരു ലോഡ് ഉണ്ട്. ഞാൻ ചെയ്തുതരാം. പക്ഷെ നിങ്ങൾക്ക് ഐറ്റംസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുണ്ടോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഒന്ന് ചെയ്തു നോക്ക്, എന്നിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചെയ്യും. അല്ല, കിട്ടൂലെന്നറിയാം, എന്നാലും എന്നാ
എന്താ തന്നെയാണ് ചോദ്യം. ഇന്നലെ പരീക്ഷ നടത്തിയില്ല? എന്താ? ഇന്നലെ എന്താ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ട് ജെസ്സിക്ക് ക്യാപിറ്റൽ മാർക്കറ്റ് എഴുതാൻ? ഞാൻ അതിലുള്ള തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. സോണ വരുന്നത്